പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ എല്ലാവർക്കും വിശുദ്ധിയും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റെയിൻ BNB എന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പല വ്യക്തികൾക്കും റെയിൻ BNB എന്ന പ്ലാറ്റ്ഫോമിൻ്റെ വരുമാനമോ എങ്ങനെയാണ് ഇൻകം എന്ന് ശരിക്ക് അതിൻ്റെ പ്ലാൻ മനസ്സിലായിട്ടില്ല. പ്ലാൻ മനസ്സിലായാൽ മാത്രമേ സഹോദരനെ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്തിട്ട് നല്ല ഒരു വരുമാനം സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഞാൻ വീഡിയോ ഇറക്കുന്നുണ്ട്. ഇതിൽ നല്ല ഒരു വരുമാനമാണ് ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത് 7 ലെവലുകൾ കംപ്ലീറ്റ് ആയവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ലെവലും 10 ലെവൽ കഴിഞ്ഞാൽ ഇതിനകത്ത് റോയൽറ്റി ഇൻകം കൂടെ വരുന്നുണ്ട്. 12ാമത്തെ ലെവലാണെങ്കിൽ നമുക്ക് സ്ഥിര വരുമാനമാണ്. 15 ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഇൻകമാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് 370 രൂപയാണ് OP BNB നെറ്റിൽ 370 രൂപയുടെ BNB ആണ് വാങ്ങി ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. അത് 0.0044 BNB ആണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഗ്യാസ് ഫീയും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ 370 രൂപ പറയുന്നത്. 350നും നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ നമ്മൾ 2 പേരെ റെഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഇൻഫ്ലുവൻസറായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള അത് BNB കുറവായിരിക്കും. അതുകൊണ്ടാണ് 370 രൂപയുടെ BNB വാങ്ങിയിടുവാൻ പറയുന്നത്. അപ്പോൾ ഈ 370 രൂപയുടെ BNB വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ 2 പേരെ റെഫർ ചെയ്യണം. ഈ 2 പേരും 2 പേരെ വീതം റെഫർ ചെയ്യണം. ഓരോ ഐഡിയിലും 2 റെഫറൽ അത്യാവശ്യമാണ്. കാരണം ഇതൊരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്രകാരം 15 ലെവലെത്തിയതിൽ 4 കോടി വരെയൊക്കെ സമ്പാദിച്ചവർ ഇന്ത്യയിലുണ്ട്. 4 കോടിയും അതിൽ കൂടുതലും സമ്പാദിച്ചവർ, 1 കോടി സമ്പാദിച്ചവർ, 2 കോടി സമ്പാദിച്ചവർ, 10 ലക്ഷം സമ്പാദിച്ചവർ, 50 ലക്ഷം സമ്പാദിച്ചവർ, ദിവസവും ലക്ഷങ്ങൾ വിഡ്രോ ചെയ്യുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അവരവരുടെ കഴിവനുസരിച്ച് റെയിൻ BNBയിൽ നിന്ന് വലിയ എമൗണ്ടുകൾ വിഡ്രോ ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിലാവട്ടെ ലക്ഷങ്ങൾ നിക്ഷേപിക്കാൻ പറഞ്ഞാൽ ലക്ഷങ്ങൾ കൊണ്ട് നിക്ഷേപിക്കും. അതിനടുത്ത ദിവസം കമ്പനി പൂട്ടുമ്പോൾ മറ്റുള്ളവരെ പഴി പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇത് മൊത്തം വെട്ടിപ്പാണ്, തട്ടിപ്പാണ്, പണം പോകുന്ന പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് മലയാളികൾ. എന്നാൽ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപിച്ച് വലിയ എമൗണ്ട് സ്വന്തമാക്കാമെന്ന് പറയുമ്പോൾ സംശയിച്ചുകൊണ്ട് പണം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാര്യം പണം നഷ്ടപ്പെടുന്ന കാര്യമല്ല, 370 രൂപ നഷ്ടപ്പെടുന്ന കാര്യമല്ല, മറിച്ച് ലക്ഷങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നൊരു അത്യാഗ്രഹമാണ് പലരുടെയും, തെറ്റായ ചിന്തകൾ പലരുടെയും മനസ്സിലിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപിച്ചാണ് ഇന്ന് കഴിഞ്ഞ വർഷവും ഈ വർഷവുമൊക്കെ വലിയ എമൗണ്ടുകൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത അനേകം വ്യക്തികളുടെ പല പ്ലാറ്റ്ഫോമുകളിലും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ അതിനെക്കുറിച്ച് കുറ്റം പറയുന്നു എന്നല്ലാതെ നഷ്ടപ്പെട്ട എമൗണ്ടുകൾ വീണ്ടെടുക്കുവാനുള്ള അവസരം കിട്ടുമ്പോൾ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപിച്ചിട്ട് 2 പേരെ റെഫർ ചെയ്ത് വലിയ എമൗണ്ടുകൾ വിഡ്രോ ചെയ്യാമെന്ന് പറയുമ്പോൾ പലരും ഇതിൽ മടിച്ചു നിൽക്കുകയാണ്. പണം നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത. സഹോദരങ്ങളെ, ഒരു സ്ഥലത്ത് തെന്നി വീണു എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന വഴി മുഴുവൻ തെന്നി വീഴുന്ന സ്ഥലമല്ല. ഓക്കെ, അതും മനസ്സിലാവുക. ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ പണം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് എല്ലാ പ്ലാറ്റ്ഫോമുകളും അങ്ങനെയല്ല. റെയിൻ BNB ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ടോക്കൺ പോക്കറ്റ് എന്ന Web3 വാലറ്റ് ആണെങ്കിൽ ആ വാലറ്റിലേക്കാണ് നമ്മുടെ പ്രോഫിറ്റുകൾ മുഴുവൻ കടന്നു വരുന്നത്. നമ്മുടെ വാലറ്റിൽ കടന്നു വരുന്ന പ്രോഫിറ്റ് ആർക്കും എടുക്കാൻ പറ്റുകയില്ല. ചില വ്യക്തികൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വിടും, കമ്പനി ഉടൻ പൂട്ടും എന്നൊക്കെയാണ് ചിലർ വാട്സപ്പിൽ മെസ്സേജ് വിടുന്നത്. പൂട്ടിക്കോട്ടെ, കമ്പനി എന്ന് പൂട്ടിയാലും ശരി ഇതിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തികൾക്കും ഒരു പൈസയും നഷ്ടമാവുകയില്ല. കാരണം നമ്മുടെ വാലറ്റിലേക്കാണ് പ്രോഫിറ്റുകൾ വരുന്നത്. നമ്മുടെ പ്രോഫിറ്റുകൾ നമ്മുടെ വാലറ്റിലേക്ക് വരുന്ന കാരണത്താൽ തന്നെ കമ്പനി പൂട്ടുകയോ പൂട്ടാതിരിക്കുകയോ നമുക്ക് യാതൊരുവിധ നഷ്ടവും ഉണ്ടാവുകയില്ല. കമ്പനി പൂട്ടുകയാണെങ്കിൽ കമ്പനിക്കാണ് നഷ്ടം. കാരണം നല്ലപോലെ കായ്ക്കുന്ന തേങ്ങ ഒരു തെങ്ങ് മുറിച്ച് കളയുന്നത് പോലെ, അല്ലെ നല്ലതുപോലെ മാങ്ങ തരുന്ന ഒരു മാവ് മുറിച്ച് കളയുന്നത് പോലെയാണ്. കാരണം അവർ ക്ലോസ് ചെയ്താൽ ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ ആരുടെയും 5 പൈസ അവർക്ക് എടുക്കാൻ പറ്റുകയില്ല. കാരണം എല്ലാ മെമ്പേഴ്സിൻ്റെയും അവരവർ കണക്ട് ചെയ്തിരിക്കുന്ന വാലറ്റുകളിലേക്കാണ് പ്രോഫിറ്റ് പോകുന്നത്. അപ്പോൾ ആ പ്രോഫിറ്റ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ടോക്കൺ പോക്കറ്റിൽ നിന്ന് മറ്റാർക്കും ആ പണം എടുക്കാൻ സാധിക്കുകയില്ല. ഇത് ഡിസൈൻ ചെയ്ത കമ്പനിക്കും എടുക്കാൻ പറ്റുകയില്ല. ഈ കമ്പനിയും അതിൽ അവർ ID എടുത്തിട്ടുണ്ട്. അവർക്കും ഈ IDയിൽ വരുന്ന പ്രോഫിറ്റ് മാത്രമേ കമ്പനിക്കും ഇതിൽ ഡിസൈൻ ചെയ്ത വ്യക്തികൾക്കും കിട്ടുകയുള്ളൂ. അവർക്ക് നമ്മേക്കാൾ കൂടുതൽ
കൂടുതൽ കിട്ടും. കാരണം അവരുടേത് ഒന്നാമത്തെ നമ്പർ ഐ ഡി ആയിരിക്കും. ഒന്നാമത്തെ ഐ ഡി ആകുന്നതുകൊണ്ട് അതിൻ്റെ താഴെ എത്ര പേര് കയറിയാലും ലക്ഷങ്ങൾ കയറിയാലും അതിൻ്റെ പ്രോഫിറ്റുകൾ മുഴുവൻ അവർക്ക് വരും. അതുകൊണ്ട് ഇത് എത്ര നാൾ വന്നുകൊണ്ടിരുന്നാലും ശരി, അവർക്ക് ഇത് യാതൊരുവിധ നഷ്ടവും ഉണ്ടാവുകയില്ല. അവർക്ക് ഇത് പൂട്ടേണ്ടയും ആവശ്യമില്ല. കാരണം ഇതിൽ ജോയിൻ ചെയ്ത ഓരോ വ്യക്തികൾക്കുമാണ് പ്രോഫിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക, പരിശ്രമിക്കുക. നമ്മുടെ കഴിവനുസരിച്ച് സമ്പാദിച്ച് നല്ല വരുമാനം സമ്പാദിക്കുവാനായിട്ട് നമ്മൾക്ക് ആഗ്രഹിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.